ഹായ്, നമുക്ക് ആദ്യമായിട്ട് സോളർക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ സോളർക്സ് ആദ്യമായിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോളർക്സ് 2018 വെർഷനാണ്. ഒരുവിധം എല്ലാ വെർഷനിലും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് 2018 വെർഷനിലാണ്. പുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പിന്നീട് ചോദിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതിൽ പാർട്ടുണ്ട്, അസംബ്ലി ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്. ഓക്കെ, നമുക്ക് അസംബ്ലിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം പാർട്ടിൽ തന്നെ പോകണം. നമുക്ക് ആവശ്യമുള്ള പാർട്സ് എല്ലാം ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം മാത്രം അസംബ്ലിയിലോട്ട് പോകാം. ഇനി അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് ആക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്, അസംബ്ലി ഡ്രോയിങ് ആക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്ങിലാക്കാം. അല്ല പാർട്ടിനെ ഡ്രോയിങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടിനെ വരച്ച് സേവ് ചെയ്തതിന് ശേഷം ഡ്രോയിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്കിപ്പോൾ പാർട്ടാണ് ആവശ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പാർട്ട് എടുക്കുക. ഓക്കെ, പാർട്ട് എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും സോളർസിൻ്റെ ഇൻ്റർഫേസ്. അതിൽ നമുക്കിതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് മെനു ബാർ ഇവിടെ കാണുന്നില്ല. ഇവിടെ കാണുന്ന ഈ ടൂൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. ഈ കാണുന്നതിന് കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടാകും. ന്യൂ ഒക്കെ എടുക്കാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ന്യൂ എടുക്കാം. ഓക്കെ, ഇനി അതല്ല, നമുക്ക് മെനു ബാർ എന്നൊരു സാധനം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മിക്കവാറുള്ള സോഫ്റ്റ്വെയറിലുണ്ടാവും മെനു ബാർ എന്ന് പറഞ്ഞിട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആരോയിലോട്ട് കൊണ്ടുപോകുമ്പോൾ മെനു ബാർ അവിടെ വരും. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ന്യൂ ഓപ്പൺ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇത് ഈ കാണുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറാണ്. മെനു ബാർ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആരോയിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി അടുത്ത് താഴെ കാണുന്ന നമുക്ക് ആവശ്യമുള്ള ടൂൾസും കാര്യങ്ങളും. നമ്മൾ പൊതുവേ ടൂൾ ബാർ എന്നാണ് അതിനെ പറയുന്നത്. ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ടൂൾ ബാർ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ടൂൾ ബാർ, ഇതിൽ കുറേ ടാബ്സ് ഉണ്ടാവും. മൊത്തത്തിൽ കുറേ ടാബ്സ് ഉണ്ടാവും. ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സ്കെച്ച്, സർഫസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതിനെ മൊത്തത്തിൽ പറയുന്ന പേര് കമാൻഡ് മാനേജർ എന്നാണ്. കമാൻഡ് മാനേജർ. ഓക്കെ, ഇനി ഇത് സെർച്ച് ബാർ, മറ്റേ ബാക്കി സോഫ്റ്റ്വെയറിലുള്ള പോലെ തന്നെ സെർച്ച് ബാർ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ കാണുന്നത് ഫീച്ചർ മാനേജർ ഡിസൈൻ ട്രീ. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ഫീച്ചർ, നമ്മളിതിനെ ഫീച്ചർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്കെച്ച് വരച്ചിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഹോൾ ഇടുകയാണ്. അതെല്ലാം ഓരോ ഫീച്ചറാണ്. എക്സ്ട്രൂഡ്, ഹോള്, റിവോൾവ് ഇതൊക്കെ പറയുന്ന എല്ലാം ഒരു ഫീച്ചറാണ്. അപ്പോൾ ആ ഫീച്ചറൊക്കെ നമുക്കിവിടെ ഈ ഒരു ട്രീ പോലെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നമുക്ക് ട്രീയിൽ ഇവിടെ ഉണ്ടാകും. ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. നമ്മൾ ചെയ്യുന്ന ഓരോ ഫീച്ചറും ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലെ എപ്പോഴായാലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഈ ഒരു മോഡൽ ചെയ്ത് ഏത് അവസാന സമയത്ത് പോകണമെങ്കിൽ പോലും നമുക്ക് ആദ്യം ചെയ്ത ഫീച്ചറിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലോ സ്കെച്ചിനെ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേര് മാനേജർ പെയിൻ എന്നാണ് പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് മൊത്തത്തിൽ പറയുന്ന പേര് മാനേജർ പെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരെണ്ണമുണ്ട്, പ്രോപ്പർട്ടി മാനേജർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ടൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ പ്രോപ്പർട്ടി മാനേജറിലാണ് വരാറുള്ളത്. പ്രോപ്പർട്ടി മാനേജർ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറയുന്ന പേര് ഹെഡ്സപ്പ് വ്യൂ ടൂൾ ബാർ എന്നാണ്. ഹെഡ്സപ്പ് വ്യൂ ടൂൾ ബാർ, സൂം, സെക്ഷൻ വ്യൂ, പിന്നെ അതിൻ്റെ പല പല വ്യൂസ്, നമുക്ക് ടോപ്പ്, സൈഡ്, ഫ്രണ്ട് അങ്ങനെയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം. അതിൻ്റെ ഡിസ്പ്ലേ സ്റ്റൈൽ മാറ്റം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ടാസ്ക് പെയിൻ എന്ന് പറയും. ഈ കാണുന്നതിന് ടാസ്ക് പെയിൻ, ഈ കാണുന്ന ഇതിൽ ചിലപ്പോൾ ഓഫായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിന് മൊത്തത്തിൽ പറയുന്ന പേര് ടാസ്ക് പെയിൻ എന്നാണ്. ഇനി ഇത് ഇൻ്റർഫേസ്. ഈ കാണുന്ന മൊത്തത്തിൽ നമ്മൾ ഈ വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു സ്പേസിനെ പറയുന്ന പേര് ഇൻ്റർഫേസ് എന്നാണ്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഒരു സോളർസിൻ്റെ ഇൻ്റർഫേസിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, നമ്മൾ ഫീച്ചർ, അതായത് പാർട്ട് 3D ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഫീച്ചറിനകത്താണ് വരുന്നത്. അത് എടുത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം വേണ്ട സ്കെച്ചാണ്. സ്കെച്ച് നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സ്കെച്ച് ഫുള്ളായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അതാദ്യം ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മൊത്തത്തിലൊരു
നമുക്കിപ്പോൾ ഒരു ഡ്രോയിങ് ആയിരിക്കും കിട്ടുന്നത്, ഒരു സെക്ഷൻ ഡ്രോയിങ് ആണ് കിട്ടുന്നതെങ്കിലും നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലുള്ളത് പോലെയല്ല. നമ്മളതിനെ ഓരോ ഫീച്ചറായിട്ട് വേണം ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു നമുക്കൊരു ജസ്റ്റ് ഒരു ഞാൻ ഒരു മോഡൽ വരച്ച് കാണിക്കാം. ഇതിങ്ങനെ ഒരു മോഡലുണ്ട്. ഇങ്ങനെ ഒരു മോഡലാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. നമുക്ക് ഡ്രോയിങ് ആയിരിക്കും കിട്ടുന്നത്, ഇതിൻ്റെ ഡ്രോയിങ് ആയിരിക്കും കിട്ടുന്നത്. ഡ്രോയിങ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ സെക്ഷനിൽ കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ തോന്നുമെങ്കിലും സെക്ഷനിൽ ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. നമുക്കിത് ഈ സൈഡ് നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ അല്ല. കറക്റ്റ് നമുക്ക് ഒറ്റ ഒരു സെക്ഷൻ നമുക്ക് എന്താ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്, ഈ പുറകിൽ സ്റ്റെപ്പ് പോലെ ഉണ്ട്, അങ്ങനെ ഉള്ളതുണ്ട്. സ്റ്റെപ്പ് പോലെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് ഈ ഒരു സെക്ഷൻ വരച്ചിട്ട് അങ്ങോട്ട് ഒറ്റ ഫീച്ചറിൽ ഒറ്റ എക്സ്ട്രൂഡിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല. പുറകിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പുറകിൽ ഇവിടെ സ്റ്റെപ്പ് പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ അതിനെ 3 ഫീച്ചറായിട്ടാണ് ചെയ്തത്. ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വേറൊരെണ്ണം വരച്ചു, അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. അതിൻ്റെ പുറത്ത് വേറൊരെണ്ണം എക്സ്ട്രൂഡ് ചെയ്തു. ആ 3 നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ ചെയ്യുന്ന ഓരോ ഫീച്ചറും നമ്മളിത് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ റിവോൾവ് ആയിട്ടുണ്ടാവും. ഇതുപോലെ വേറെ കുറേ സ്വെപ്റ്റ്, ബോസ്, ലോഫ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. കട്ട്, ഹോൾ, ഇതെല്ലാം ഓരോ ഫീച്ചറാണ്. അതെല്ലാം ഓരോ ഫീച്ചറായിട്ട് വേണം ചെയ്യാൻ. നമുക്ക് കാണുമ്പോൾ നമുക്ക് ഡ്രോയിങ് ചിലപ്പോൾ ഇങ്ങനത്തെ ഡ്രോയിങ് ആയിരിക്കും തന്നിരിക്കുന്നത് സെക്ഷൻ ചെയ്തിട്ട്. നമുക്ക് ഡ്രോയിങ് അല്ല, ഡ്രോയിങ് കാണുമ്പോൾ ഇങ്ങനെ ഹാച്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. ഇത് ഡ്രോയിങ് അല്ല, ഞാൻ ഇതിനെ സെക്ഷൻ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് വരച്ചിട്ട് ഈ ഒരു സെക്ഷൻ വരച്ചിട്ട് നമ്മളതിനെ ഒറ്റയടിക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ പുറകിൽ നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ നമുക്കൊരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഫീച്ചറായിട്ട് വേണം ഇതെപ്പോഴും ചെയ്യാൻ. ഓക്കെ, ഇതൊരു കാര്യം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് പാരാമെട്രിക് എന്ന് പറഞ്ഞിട്ട്. പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കെച്ച് വരയ്ക്കുമ്പോൾ, പ്രധാനമായിട്ട് സ്കെച്ചിലാണ്, നമ്മളൊരു സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഓട്ടോകാഡൊക്കെ പലർക്കും അറിയായിരിക്കും. ഓട്ടോകാഡിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ലൈൻ എടുത്തിട്ട് ഒരു പോയിന്റ് കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ലൈനിൻ്റെ നീളം എത്രയാണെന്നുള്ളത്, ലെങ്ത് എത്രയാണെന്നുള്ളത് കൊടുത്തതിന് ശേഷം എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു സ്കെച്ച് നമുക്ക് വേണ്ട സ്കെച്ച് എങ്ങനെയാണ് അതങ്ങ് റഫായിട്ട് വരയ്ക്കുക. ഞാൻ ഡയമെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ ഡയമെൻഷൻ കൊടുക്കാതെ വെറുതെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യും, ഒരു ഡയമെൻഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വരച്ച് കഴിഞ്ഞതിന് ശേഷം ഡയമെൻഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഡയമെൻഷൻ കൊടുത്ത് വരയ്ക്കാതെ നമുക്ക് വേണ്ട നമ്മൾ സ്കെച്ച് റഫായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അളവ് ഇതുപോലെ കൊടുത്ത് വേണം വരയ്ക്കാൻ. ഇപ്പോൾ ഡയമെൻഷൻ കൊടുത്ത് തന്നെ ഞാൻ ലോക്ക് ചെയ്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ സ്കെച്ച് എപ്പോഴും ബ്ലാക്ക് ആവണം. സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ വരച്ച് ഈ ഡയമെൻഷനും കൺസ്ട്രെയിൻസ് എന്ന് ഇതിൽ റിലേഷൻ എന്നാണ് പറയുന്നത്, റിലേഷൻസും കൊടുത്തിട്ട് നമ്മളിതിനെ ലോക്ക് ചെയ്യണം. ഫുള്ള് ബ്ലാക്ക് കളറാവും. ലോക്ക് ആകുമ്പോൾ ബ്ലാക്ക് കളറാവും. ഈ ലൈൻസ് എല്ലാം ബ്ലാക്ക് ആണ്. നോക്കി നോക്കി, ഈ കാണുന്ന ലൈൻസ് ഉണ്ടോ, ബ്ലാക്ക് ആണ്. അതായത് ഈ ഒറിജിനായിട്ട് ഈ കോർണർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വിട്ടു പോകില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ വിടുവിക്കാം. എന്നാലും നിങ്ങൾ എപ്പോഴും സ്കെച്ച് എപ്പോഴും ബ്ലാക്ക് ആക്കി തന്നെ വരയ്ക്കാൻ നോക്കുക. അത് പിന്നീട് അങ്ങനെ വരച്ചില്ലെങ്കിൽ പിന്നീട് അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ പിന്നെ അസംബ്ലിയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നോക്കി അതിനെ വലിച്ച് നീക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇതുപോലെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഈ ലൈൻസ് ബ്ലാക്ക് ആണ്. ഇതിനെ ഞാൻ 100 എന്നുള്ള ലെങ്ത് കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെങ്ത് മാറില്ല, ലോക്ക്ഡാണ്. അതുപോലെ തന്നെ ഫുള്ള് എല്ലായിടത്തും ഡയമെൻഷൻ കൊടുക്കേണ്ടിടത്തെല്ലാം ഡയമെൻഷൻ കൊടുത്ത് ഇതിനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യും. നമുക്ക് 3D ചെയ്യാനായിരിക്കും മിക്കവാറും ഈ
ഇതൊക്കെ സ്കെച്ച് വരയ്ക്കുന്നത്. സ്കെച്ച് വരച്ചിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ കൊടുത്ത് ഇതിനെ ഒരു 3D പാർട്ടാക്കി, ഇതിനൊരു പാർട്ടാക്കി മാറ്റി ചിലപ്പോൾ നമ്മൾ അസംബ്ലിയിൽ വെച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് മാറ്റണമെന്ന് തോന്നുന്നത്. ഈ സൈസ് ഇത് പോരാ, ഈ 100 എന്നുള്ളത് എനിക്കൊരു 150 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഏത് അവസ്ഥയിൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ പോയിട്ട് സ്കെച്ചിൽ പോയിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ സൈസിനെ എത്രയാക്കാം, ആവശ്യമുള്ള ലെങ്ത്തിലോട്ട് മാറ്റാം. അതനുസരിച്ച് ഇവിടെ മാറും, പാർട്ടിൽ മാറും. ഈ പാർട്ടിനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ അസംബ്ലി ചെയ്തിട്ടുള്ളതെങ്കിൽ അസംബ്ലിയിലും മാറും. അസംബ്ലിയിലും ഇതനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വേറൊരു പാർട്ട് അസംബിളാക്കി വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ബാക്ക് ഈ ഫേസും ഞാൻ രണ്ടാമത്തെ പാർട്ടിൻ്റെ ആ ഫേസുമായിട്ടാണ് മേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് മാറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ 150 എന്നുള്ള 100 എന്നുള്ളത് 150 ആക്കുമ്പോഴത്തേക്കും ആക്ച്വലി ആ പാർട്ട് ഇവിടെ ഇതിൻ്റെ ഈ 100 എന്നുള്ള പോയിന്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കത്തില്ല. റിലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് മാറുന്നതനുസരിച്ച് ആ പാർട്ട് ഇങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഈ രണ്ട് ഫേസുകൾ തമ്മിൽ മാത്രം മേറ്റാവും. അതിന് അസോസിയേറ്റീവ് എന്ന് പറയും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് ഫീച്ചർ ബേസ്ഡ് ആണ്, അതായത് നമ്മൾ ഓരോ ഫീച്ചർ വെച്ചിട്ട് ചെയ്ത് വേണം നമുക്ക് ആവശ്യമുള്ള മോഡലിലോട്ട് എത്തിക്കാൻ. നമ്മളെ പാർട്ടിന് ആവശ്യമുള്ള മോഡലിലോട്ട് എത്തിക്കാൻ ഓരോ ഫീച്ചറായിട്ട് ചെയ്ത് വേണം എത്തിക്കാൻ. എല്ലാം കൂടി ഒറ്റ ഇതിൽ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ ചെയ്യാം. ഇല്ല, ചിലപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഓരോ ഫീച്ചറായിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത്തത് പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഡയമെൻഷൻ കൊടുക്കുമ്പോൾ നമ്മൾ സ്കെച്ച് വരയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ അളവുകൾ കൊടുത്ത് വരയ്ക്കാതെ റഫ് സ്കെച്ച് വരച്ചതിന് ശേഷം ഇതുപോലെ ഡയമെൻഷനും റിലേഷൻസും കൊടുത്ത് വരച്ചു പോവുക. ഓക്കെ, അത് ഡയമെൻഷൻ റിലേഷൻസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 3 കാര്യങ്ങളും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിൽ ഈ കാണുന്ന ഹെഡ്സപ്പ് വ്യൂ ടൂൾ ബാർ, അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം കാണുന്നത് സൂം ടു ഫിറ്റ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കോർണറിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് സൂം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. കോർണറിലായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വീണ്ടും പഴയതുലാക്കണം. നമ്മൾ സൂം ഔട്ട് ചെയ്യാനാണെങ്കിൽ കുറേ നേരം സ്ക്രോൾ ചെയ്യേണ്ടി വരും. സ്ക്രോൾ ചെയ്താണ് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്നത്. സ്ക്രോൾ ചെയ്തിട്ടാണ്, കുറേ പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിലോട്ട് ഫിറ്റ് ആവും. അല്ലെങ്കിൽ F പ്രസ് ചെയ്താലും മതി. ഇനി ചിലപ്പോൾ സൂം ഔട്ട്, ഞാനിപ്പോൾ സ്ക്രോളാണ് ചെയ്യുന്നത്, സൂമിനും സൂം ഔട്ടിനും സ്ക്രോളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് നമുക്ക് അതിൻ്റെ ആ പാർട്ടിനെ കാണാനില്ല, സൂം ഔട്ട് ചെയ്ത് സ്ക്രീനിൽ നിന്ന് നല്ല ചെറുതായിട്ട് സ്ക്രീനിൽ നിന്ന് പോയി. ഇപ്പോഴും നമുക്ക് തിരിച്ച് സ്ക്രീനിലോട്ട് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാം, സൂം ടു ഫിറ്റ് കൊടുക്കുക. എപ്പോഴെങ്കിലും നിങ്ങളെ പാർട്ട് കാണുന്നില്ല എന്ന് തോന്നുകയാണ്, ചിലപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ നിന്ന് തന്നെ മാറി പുറത്തെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂം ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രീനിലോട്ട് വരും. ഇനി വേറെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാം. ഇനി അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, പാർട്ടിനെ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാം. സ്ക്രോൾ ബട്ടണിൽ പ്രസ് ചെയ്യും. ഓക്കെ, ഇനി പാൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം എന്നുണ്ടെങ്കിൽ, ഈ പാർട്ടിനെ റൊട്ടേറ്റ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. കൺട്രോൾ പ്രസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സ്കെച്ച് വരയ്ക്കുമ്പോഴാണ്, അതായത് സ്കെച്ച് വരയ്ക്കുമ്പോൾ ഞാൻ പറയാം, എന്നാലും നോക്കിയോ. ഇപ്പോൾ ഞാൻ സ്കെച്ച് കൊടുത്തു, ഇതിൻ്റെ ഫേസിൽ സ്കെച്ച് വരയ്ക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫേസ് നമുക്ക് നോർമലായിരുന്നെങ്കിൽ കുറച്ച് വരയ്ക്കാൻ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. നോർമലല്ല, നമുക്ക് സ്കെച്ച് വരയ്ക്കണം, നമുക്ക് നോർമലാക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോളും പ്രസ് ചെയ്ത് നമ്പർ 8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് മാറും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ പല വ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. ടോപ്പ് വ്യൂ ആണെങ്കിൽ ടോപ്പ് വ്യൂ, ലെഫ്റ്റ്, ഫ്രണ്ട്, റൈറ്റ്, ബാക്ക്, ബോട്ടം, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വ്യൂസ് നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏത് പ്ലെയിനിലാണ് വരച്ചതെന്ന് അറിയില്ല, നമുക്ക് സ്കെച്ച് നോർമൽ ആക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ 8 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ 2 എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലാവും. ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് വരും, ബാക്ക് സൈഡ് നമുക്ക് നോർമലായിട്ട് വരും. ഇനി രണ്ടാമത്തത് സൂം ടു ഏരിയ എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്കൊരു കോർണർ, ഈ കോർണറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ്,
അവിടെ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ സൂം ടു ഏരിയ എടുക്കുക, നമ്മളൊരു വിൻഡോ ഇതുപോലെ വരച്ചു കൊടുക്കുക, അത് നമുക്ക് സൂമായിട്ട് വരും. ഇതുപോലെ നമുക്ക് ആ ഭാഗം സൂം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇത് സെക്ഷൻ വ്യൂ ആണ്. സെക്ഷൻ വ്യൂ ഇങ്ങനെ സെക്ഷൻ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നത്, നമുക്ക് ഇങ്ങനെ സെക്ഷൻ കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് സെക്ഷൻ കാണാം. 2 ആംഗിൾ, ഈ ആംഗിളിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്ലെയിന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്ലെയിന് മാറ്റാം. സെക്ഷന് വേണ്ടിയിട്ട് വീണ്ടും പ്ലെയിന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിന് മാറ്റാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടി മാനേജറിൽ നിന്ന് വേണം ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ഇനി സെക്ഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചു ടിക്ക് കൊടുത്തു. ഞാൻ നേരത്തെ ക്ലോസ് ആണ് ചെയ്തത്. ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ സെക്ഷനായി. സെക്ഷനാണ്, ഇതിൽ ഫുള്ളില്ല, സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷനാവും. ഓക്കെ, ഇനി ഇതിൽ വേറെ ഒന്ന്, ഇതിൻ്റെ നമുക്ക് കാണുന്ന ഡിസൈൻ ഇതൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്ജസ് ബ്ലാക്ക് ലൈൻസ് പോലെ കാണാൻ പറ്റുന്നുണ്ട്, ഗ്രേ കളറിലുള്ള ബോഡിയും കാണാൻ പറ്റുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഡിസ്പ്ലേ സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള സ്റ്റൈലിലോട്ട് മാറ്റാം. എഡ്ജസ് ഇല്ല, ബ്ലാക്ക് ലൈൻസ് അല്ല, എഡ്ജസ് മാത്രമായിട്ട് കാണാം. ഹിഡൻ എഡ്ജസ് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്കെച്ചിലാണ് നിൽക്കുന്നത്. രണ്ടാമതിൻ്റെ ഫേസിൽ സ്കെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് നിൽക്കുകയാണ്. സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. യെസ് വരും, യെസ് കൊടുക്കുക. ഈ സ്കെച്ചിന് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ട്രീയിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്കെച്ചിൽ എഡിറ്റ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്കെച്ച് എഡിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നോർമലല്ല, നോർമലാക്കാൻ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Ctrl+8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് നമുക്ക് നോർമലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് കാര്യങ്ങളാണ്. ബാക്കി സ്കെച്ച് മുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട്